പൈസ വരും, അത് യൂട്യൂബിൽ കൂടെ വരും. എവിടെ ഈ ഫോണിൽ നിന്ന് രാവിലെ മുതൽ സ്വസ്ഥതയുണ്ടോ? നിങ്ങൾ എന്തേ പുറത്തോട്ട് ഇറങ്ങാത്തത്? എവിടെ ബുക്ക് ചെയ്ത കാർ? എവിടെ നിങ്ങളുടെ പടുപടുത്ത കുപ്പായം? എവിടെ നിങ്ങളുടെ ഡയറക്ടർ? എന്തൊക്കെയായിരുന്നു ഇവിടെ? യോ ഇതിങ്ങനെയാണെങ്കിൽ കാണുമെന്ന് തോന്നണല്ലോ കേട്ടാ. ഭയങ്കര വളിപ്പം ഇത് അമ്മ കണ്ടാ? ഞാൻ എന്താ കണ്ടോണ്ടിരുന്നിട്ട് ഓഫ് ചെയ്ത് വെച്ച്. അതിൻ്റെ അകത്ത് സത്യം പറയാലോ, ഡാഡിയാണ് ഏറ്റവും പോറ്. ഈ പോലീസ് സ്റ്റേഷനും അവൻ്റെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞ മൊത്തം നെഗറ്റീവ് കമന്റ്സ് അമ്മ. എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എങ്ങനെ ഫോൺ എടുക്കും? നമ്മള് സീരിയസിന്റെ പൈസ വരുമെന്ന് പറഞ്ഞിട്ട് എവിടെ പൈസ? എവിടെ? അല്ല, നമ്മളങ്ങനെ ഒറ്റ എപ്പിസോഡ് കൊണ്ട് ഫുള്ള് പൈസ ഒന്നും കിട്ടൂല. നമ്മളത് ചെയ്ത് 2-3 എപ്പിസോഡായിട്ട് സംഭവം വൈറലൊക്കെ ആകുമ്പോൾ പൈസ വരും. ഇനി ഞാൻ പൈസ മുടക്കണമെന്നാണ് നീ പറഞ്ഞു പറഞ്ഞത്. അല്ല, നമുക്ക് അടുത്ത എപ്പിസോഡ് പ്ലാൻ നീ ചെയ്യാം. അടുത്തത് ഉണ്ടാക്കണ്ട. ഇനി എപ്പിസോഡ് ചെയ്യണ്ട. ഈ ചെയ്തത് തന്നെ മഹാ വളിപ്പാണെന്നാണ് എല്ലാവരും പറയണത്. ഒരു സാധനം അഭിനേതാക്കളെ വെച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ് സംവിധായകന്റെ മിടുക്ക്. അഭിനേതാക്കളെ വെച്ചല്ലേ? ഞാൻ ചേട്ടനെ വെച്ചല്ലേ ഷൂട്ട് ചെയ്തത്. മെയിൻ റോൾ ചെയ്യണമെന്ന് ചേട്ടൻ പറഞ്ഞ പോലീസുകാരന്റെ റോൾ ഞാൻ ചെയ്തോളാം. എന്റെ വീട്ടിലൊരു പോലീസുകാരന്റെ ഭാവചലനങ്ങളും അംഗവിക്ഷേപങ്ങളും ഒക്കെ എനിക്ക് അറിയാന്ന് പറഞ്ഞില്ലേ? എന്തൊരു ഭാവപ്രകടനമായിരുന്നു അറിയോ? ഇറങ്ങി പോടാന്ന് പറയുന്ന സീലിംഗ് നിന്ന് കണ്ണുരുട്ടുന്നു. എന്ത് പറഞ്ഞാലും കണ്ണുരുട്ടില്ല. കൈ ഉരുട്ടാൻ പറഞ്ഞാൽ കണ്ണുരുട്ടും, മീശ ഉരുട്ടാൻ പറഞ്ഞാൽ കണ്ണുരുട്ടും. എന്തോ അഭിനയം ചേട്ടാ. എടേ നിനക്ക് സംവിധാനം ചെയ്യാൻ അറിഞ്ഞൂടാ. നീ അത് പറ. നീ എന്നെ കുറ്റപ്പെടുത്തല്ലേ കേട്ടാ? ഷൂട്ട് ചെയ്ത് യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച പൈസ വരും നീ പറഞ്ഞാടാ. അതിന്റെ മാമിയുടെ വീടൊന്നുമല്ല, അവിടെ പൈസ കൊടുത്തേപ്പിച്ചിട്ടൊന്നുമില്ല. കുറച്ച് സമയമൊക്കെ എടുക്കും ആൾക്കാർ കണ്ടുവരുമ്പോ. അമ്മന്റെ വീടും മാമിയുടെ വീടും. ഇനി ഞാൻ ആൾക്കാരെ കാണാനും കൂടെ ഞാൻ ക്യാൻവാസ് ചെയ്യാറെങ്കിൽ എനിക്ക് കൂടുതലൊന്നും അറിയണ്ട. എനിക്കിപ്പോ ഞാൻ താമസിച്ച ലോഡ്ജിൽ അവിടെ എനിക്ക് പൈസ കൊടുക്കണം. അതിനുള്ള പൈസ നിങ്ങൾ തരണം. അല്ലെങ്കിൽ അമ്മ വണ്ടി പിടിച്ചിട്ടേക്ക് നിന്ന് അവിടെ. നമ്മൾ തമ്മിൽ ഇനി ഒരിടപാടും ഇല്ല. നീ വേണമെങ്കിൽ നിന്റെ വണ്ടി എടുക്കുക കൊടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോളണം. അണ്ണാ കാവ്യനീതി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ അണ്ണാ നിങ്ങൾ അനുഭവിക്കും. മനസ്സിലായോ? ഞാൻ നാറ്റിക്കും കേട്ടാ. അണ്ണാ കാവ്യനീതി ഓർമ്മിച്ചോ? പാർട്ടി നിങ്ങളെ പാർട്ടി ചുമ്മാ അല്ലുവാ ഗുണം പിടിക്കാത്തത്.